കരിനെല്ലിക്കയാണ് 21 ദിവസം അടുപ്പിൽ വെച്ച് വേവിച്ച് കുറുക്കി വറ്റിച്ചെടുക്കുന്ന ഔഷധ ഗുണമുള്ള കരിനെല്ലിക്ക. ഇനി പച്ചനെല്ലിക്കയെ എങ്ങനെ കരിനെല്ലിക്കയാക്കി എടുക്കാമെന്ന് നോക്കാം. നാടൻ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട ചേരുവകൾ പച്ചക്കുരുമുളക്, കാന്താരി മുളക്, കറിവേപ്പില, പിന്നെ ഉപ്പും. ഒക്കെ നാടനാണ്. ഇനി ഒരു കലം എടുക്കുക, അതിലേക്ക് കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കുക. അടിയിൽ നന്നായിട്ട് തന്നെ കറിവേപ്പില വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിനും മുകളിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇത് ലെയറായിട്ട് ചെയ്യണം. വീണ്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കാം, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം, കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നകക്കെ വെള്ളം ഒഴിക്കണം. ഇനി ഒരു വാഴയില വാട്ടിയിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. 21 ദിവസം അടുപ്പിൽ വെച്ച് വേവാനുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഇനി ഇതിനെ അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. 2 ദിവസം ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കലം ഒന്ന് കുടഞ്ഞു കൊടുക്കണേ. തിളച്ച് വരുന്ന സമയത്ത് 2 ദിവസത്തിന് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ കനലിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ 21 ദിവസത്തിന് ശേഷം നമ്മുടെ പച്ചനെല്ലിക്കയൊക്കെ കരിനെല്ലിക്കയായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കരിനെല്ലിക്ക. ഒരുപാട് കാലം ഇത് കേടാവാതെ ഇരിക്കും. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു ചില്ല് ഭരണിയിലാക്കിയിട്ട് വയ്ക്കാം. ഇനി ഇതിനെ കുറച്ചെടുത്തിട്ട് നമുക്കൊരു അച്ചാറാക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു അച്ചാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എരിവ് വേണം എന്നുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന ഈ കാന്താരി മുളക് ഒഴിവാക്കാം. നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കരിനെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ നെല്ലിക്കയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ അതിലേക്ക് ചേരും. അങ്ങനെ നമ്മുടെ കരിനെല്ലിക്കയുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്.